ഹലോ കൂട്ടുകാരെ, അപ്പൊ ക്രിസ്മസ് ഒക്കെ വന്നല്ലോ. അപ്പൊ നമ്മള് വാങ്ങിച്ച ക്രിസ്മസ് ട്രീ ഇതാണ്. അപ്പം അത് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പുൽക്കൂട് ഫുൾ സെറ്റ് ആയില്ല, അതാണ്ട് ഹാഫ് ആയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ലൂമിനൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. സ്റ്റാർ, ഒരു ചെറിയൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. പിന്നെ അച്ചുകുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്, ഇതെല്ലാം കണ്ടതിന്റെ സന്തോഷത്തിലാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ നമ്മള് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഫൈനൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും എങ്ങനെയാന്നുള്ളത്. അപ്പം ഇത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നശിച്ചു പോകും കേട്ടോ. അതിന്റെ മുന്നേ അച്ചുകുട്ടിനെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ 3 പേരും ഉണ്ട്. ഞാൻ ഇതിന്റെ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം നേരത്തെ കാണിച്ചല്ലോ. അപ്പം നമുക്ക് ഫൈനൽ ടച്ച് നോക്കാം. അച്ചുകുട്ടാ, ഇത് ഓൾറെഡി അച്ചുകുട്ടനെ കൊറേയൊക്കെ പൊട്ടിച്ചു കേട്ടോ. എന്ത് ഊരി എടുക്കണ അച്ചു? അടങ്ങ്. അച്ചുകുട്ടിന്റെ ഉന്മേഷം കണ്ടോ നിങ്ങള്? മൂന്നെണ്ണം. അച്ഛന് 3 നമ്പർ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. എന്ത് പറഞ്ഞാലും 3 നമ്പർ അച്ഛന്. ഇല്ലേ അച്ചുകുട്ടാ? ഒരു ഹായ് പറഞ്ഞേച്ചു. എന്താ ചെയ്യുക? ഏത് വെക്കുക? ഇതെന്ത് സാധനം എന്ന് പറ. ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ നമ്മൾ എന്ത് ചെയ്യാ? ഇത് വെക്ക, ഡെക്കറേറ്റ് ചെയ്യുക. എന്തോ ഇതിന്റെ പേരെന്താന്നറിയാം? എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. കിളിക്കുഞ്ഞ് മുട്ട വിരിഞ്ഞ് കിളിക്കുഞ്ഞിന് വിട്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്രിസ്മസ് ഫാദർ നശിപ്പിക്കില്ല വെച്ചു. ക്രിസ്മസ് ഫാദർ ഇതേപോലെ കുട്ടിയുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഡിഫറെന്റ് കളേഴ്സിന്റെ ഉണ്ട് കേട്ടോ. അതായത് ഇത് കണ്ട, പർപ്പിൾ ഉണ്ട്, ഇത് നല്ല കളറുണ്ട്, ഇതിന്റെ ഗ്രീൻ ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ചെറുത് കൂടാതെ ഒത്തിരി ഉണ്ട് വെറൈറ്റീസ്. ഇത് നിറയെ സാധനം. ഇത്രയും കൂടി എങ്ങനെ വെക്കും നമുക്ക് അറിയത്തില്ല. അതുപോലെ സാധനം ഉണ്ട്. എന്റെ എന്തോ വാരിത്തരാൻ? ചോറാണോ അച്ചു? പൊട്ടിക്കിട്ടാ മച്ചി. 3 ഉണ്ടോ? അത് എല്ലാം ഒരു 3ന്റെ കണക്കും അറിയാൻ. അച്ഛൻ എന്ത് പറഞ്ഞാലും 3 മാത്രം അറിയത്തില്ല. വേറെ കണക്കും അച്ഛനും അറിയത്തില്ല. 1 2 3 പറയാൻ പറഞ്ഞാലും 1 2 3 പറയത്തില്ല. 3 അറിയാവൂ കുഞ്ഞിന്. എല്ലാം അങ്ങ് പൊട്ടിച്ച് കണ്ടാ മതി അച്ഛന്. അച്ഛനെ പറക്കി തരുന്നേ. വയ്യ എന്റെ കർത്താവേ. ആരാ ഇത്? ഇത് എടുത്തോട്ടോ. ഈ ബോൾ പ്ലെയിൻ ബോൾ അടുത്ത ലെയർ ഇട്ടോ. അടുത്ത ലെയർ മീൻസ് ഇതിന്റെ അപ്പുറത്തോട്ട് ഇട്ടോ. അപ്പൊ ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ മുകളിൽ ടോപ്പിൽ സാന്റാക്ലോസ് കൊടുത്തിട്ടുണ്ട്. 3-4 കൊടുത്തിട്ടുണ്ട്. ലൂമിനെയൊക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറച്ചു കൂട്ടാം. ഇനി നമ്മുടെ പുൽക്കൂട് റെഡിയാക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് റെഡിയാക്കാം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കത്തിച്ച് കാണിക്കാം നിങ്ങളെ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ക്രിസ്മസ് ട്രീയുടെ. അടങ്ങ വെച്ചുകിട്ടാ. ഓക്കെ. പിന്നെ നമ്മൾ ഫ്രണ്ടില് കേറുന്ന ഒരു പോർഷനിൽ വേണ്ട ഇതുപോലൊരു സ്റ്റാർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ, ഇത് നമ്മൾ ഇവിടെയാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ പോർഷനിലാണ്. അതേപോലെ തന്നെ നമുക്ക് പുൽക്കൂട് വരാനുണ്ട്. അതെല്ലാം നമ്മൾ പണിയിലാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഇത്രയും ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നാളെ നമ്മളുടെ ക്രിസ്മസിനെ സംബന്ധിച്ച് നമ്മൾ
എന്താണ് ലൂമിനൊക്കെ ഇട്ട് സ്റ്റാർ ഇട്ട് ഇനി മുകളിൽ സ്റ്റാർ ഇടാനുണ്ട്, ചെയ്തിട്ടില്ല. അപ്പൊ അച്ഛൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ ദിവസവും കുറേശ്ശെ വന്നൊരു ടൈം സ്പെൻഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീ നമ്മൾ കഴിഞ്ഞ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പുൽക്കൂട് പാതിയായി ഇരിക്കുകയാണ്, ബാക്കി നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പം കുറെ ഞാൻ ആദ്യം ഉദ്ദേശിച്ച തറയിൽ വെച്ചിട്ട് നമുക്ക് മെയിൻ ആൾക്കാരെ മാത്രം അകത്ത് വെച്ച് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഇവന്റെ അടുത്ത് നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഈ രൂപങ്ങളൊക്കെ കാണാൻ തന്നെ. അപ്പൊ നമ്മളുടെ മറിയത്തെ കിട്ടിയിട്ടുണ്ട്. യോസപിതാവ് മുട്ടുകുത്തിയൊക്കെയാണ്, യോസപിതാവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഉണ്ണീശയെ നമ്മളിപ്പം വെക്കത്തില്ല കേട്ടോ. ഉണ്ണീശയെ നമ്മള് 25-ാം തീയതിയാണ് വെക്കുന്നത്. അപ്പൊ ഉണ്ണീശയെ നമ്മളിപ്പം പുൽക്കൂട്ടിൽ വെക്കുന്നില്ല. ബാക്കി എല്ലാവരും നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒന്ന് മിണ്ടായിരിക്കച്ചു. പിന്നെ ഗബ്രിയേൽ മാലാഖ. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് പഞ്ഞി ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമ്മള് പുല്ലിട്ടിട്ടുണ്ട്, അകത്ത് പഞ്ഞിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആഹാ ബെസ്റ്റ്. ഇതൊരു നടക്കൊന്നും പോത്തില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അച്ഛനോട് ഒരു കാര്യം ചെയ്യാൻ. കുഞ്ഞു പിള്ളേരുടെ വീടുകളിലെല്ലാം ഓ എന്ത് വേണം അച്ഛന്? അച്ഛനൊന്നും വേണ്ട, അച്ഛൻ അടങ്ങിയിരിക്കെ. നമുക്ക് ഗബ്രിയേലിനെ തൂക്കിയിടാം കേട്ടോ, നൂല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഉണ്ണീഷയെ അങ്ങ് മാറ്റിട്ടെ, മാറിച്ചു മോനെ. ആട്ടുമാമ ഇവിടെ ഇരിക്കട്ടെ. പശുമാമ ഒട്ടകം ലാസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഇല്ലയോ? ഒട്ടകം ലാസ്റ്റാ. വേട ഇവിടെ കൊണ്ടുപോവാ. ഉണ്ണീഷ് എടുത്ത് വെക്കല്ലേ അച്ചുമോനെ. ആടൊന്നും ഇല്ല, മാറങ്ങോട്ട്. ഇതിനകത്ത് സ്പേസ് ഇല്ലെന്ന് തോന്നി. ഈശ്വര, എല്ലാം കൂടി വെക്കാം. ഇത് മിക്കവാറും ഞാൻ പണിത് കഴിയുമ്പോഴത്തേക്ക് പുൽക്കൂടെല്ലാം പൊളിഞ്ഞു പോകുന്ന മട്ടാ കാണുന്നത്, അച്ഛന്റെ പ്രകടനം കണ്ടിട്ട്. അച്ഛനെ പിടിക്കാതെ മോനെ. അപ്പൊ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഉണ്ണീഷയെ നമുക്ക് ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് വെക്കണ്ട. ഇനി ഗബ്രിയേലിനെയും കൂടി നമുക്ക് ഒന്ന് വെക്കണം. സെൻട്രി കൊടുക്കാം. ഗബ്രിയേല് കൊടുക്കാം. ചെറിയൊരു മഞ്ഞിന്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയാണ് ഞാൻ റാൻഡമായിട്ട് അവിടെ ഇങ്ങനെ പഞ്ഞി ഇട്ട് കൊടുക്കുന്നത്. നൈറ്റിൽ നമ്മുടെ ലൂവിനെയൊക്കെ സെറ്റ് ചെയ്യുമ്പം ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും നോക്കാം ഫൈനൽ റിസൾട്ട് എന്താവും എന്നുള്ളത്. എന്തായാലും നോക്കട്ടെ, ഞാൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. നമ്മൾ ഗബ്രിയേലിനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഉണ്ണീഷയെ ഞാൻ എന്നാലേ ശരിയാവുള്ളൂ. ഗബ്രിയേലിനെ ഞാൻ നൂലില് എടുത്തിട്ട് സൂചി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കോ, കെട്ടിയിരുത്തേക്കോ, കാരണം വെയിറ്റ് കാരണം താഴോട്ട് വരുന്നു. അപ്പം ഇത്രയൊക്കെ സെറ്റപ്പാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ബോൾസ് ഒക്കെ ഉണ്ട്, ഞാൻ ചെയ്തില്ല. ഇതുപോലെ നല്ല ബോൾസ് ഒക്കെ ഉണ്ട്, അത് നോക്കട്ടെ എവിടെ എങ്ങനെ ചെയ്യണം എന്നൊരു പിടുത്തമില്ല.